അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, നമ്മളുടെ പമ്പൈസ് മുസ്ലിയാർ സത്യം പറഞ്ഞു. പമ്പൈസ് മുസ്ലിയാർ സത്യം പറഞ്ഞു. ദുഷ്പ്രചരണങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ മുനാഫിക്കുകൾ അതിൻ്റെ മേലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നമ്മൾ മുനാഫിക്കുകൾ പറഞ്ഞാൽ അതുപോലെ മുനാഫിക്കാണ്. നാവ് കളവ് പറയില്ല എന്ന് പണ്ട് കാരണന്മാർ ചൊല്ലുണ്ട്. ഒറ്റടിക്ക് നാവ് കളവ് അറിയില്ല, പിന്നെന്ത് ചെയ്യണം? അതിന് കൂടി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഒറ്റടിക്ക് നമ്മളെ പമ്പൈസിൻ്റെ പ്രസംഗത്തിൽ നമ്മൾ മുനാഫിക്കുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ മുനാഫിക്കീങ്ങളാണ്, അഥവാ ഇനി വരാനിരിക്കുന്ന ഷവ്വാലുണ്ടല്ലോ, കഴിഞ്ഞു പോയ ഷവ്വാലൊന്നുമല്ല ഷവ്വാൽ, ഇനി വരാനിരിക്കുന്ന ഷവ്വാലാണ് ഷവ്വാൽ എന്നാണ് കാട്ടുകള്ളം പറഞ്ഞത്. എന്നാൽ കാട്ടുകള്ളൻ്റെ പ്രധാനപ്പെട്ട ഖലീഫയായ പമ്പൈസ് മുസ്ലിയാർ പറഞ്ഞതോ നമ്മൾ മുനാഫിക്കീങ്ങളാണ്, നമ്മളതിൻ്റെ പേരിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അന്ന് കേട്ടോക്കാണ് നമ്മളെ പമ്പൈസ് മുസ്ലിയാർ പറയുന്നത്. ദുഷ്പ്രചരണങ്ങൾ പല രൂപത്തിൽ കടന്നു വരും. നമ്മൾ മുനാഫിക്കുകൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്താണ് ഈ പമ്പൈസ് പറഞ്ഞതെന്ന് പമ്പൈസിനും മനസ്സിലായിട്ടില്ല, കേൾക്കണവർക്ക് മനസ്സിലായോ? കേൾക്കണവർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ കുറച്ച് നമുക്കൊക്കെ തിരിഞ്ഞ എന്താണ്, നമ്മൾ മുനാഫിക്കീങ്ങളാണ്, അഥവാ നമ്മൾ മുനാഫിക്ക് പറഞ്ഞാൽ ഓൻ്റെ ടീം മുനാഫിക്കാണ് തന്നെ ഓൻ പറഞ്ഞു. ഇനിയോ വേറൊരു രസം കൂടിയുണ്ട്. ഇപ്പം മിനിഞ്ഞാന്ന് ആരാ നേരത്തെ കാട്ടുകള്ളൻ്റെ നേതൃത്വത്തിൽ, അഥവാ അൽ ഖൗമിൽപ്പെട്ട നമ്മളെ വലിയ കാട്ടുകള്ളുണ്ടല്ലോ, കാട്ടുകള്ളൻ്റെ നേതൃത്വത്തിൽ പരിപാടിയിൽ AP ഉസ്താദ് പല രാജ്യങ്ങളിൽ പോയതൊക്കെ ഇങ്ങനെ പേര് പറയാതെ പറഞ്ഞ കോലത്തിൽ കുറേ പറഞ്ഞു നോക്കി. അവിടെയൊക്കെ സ്വതക്കയെ സംബന്ധിച്ചും അതുപോലെ കിട്ടണ സ്വതക്കൻ്റെ പറ്റിയിട്ടൊരു ഹദീസ് ഉണ്ടാകൊണ്ട് അങ്ങ് എന്നൊക്കെ പറഞ്ഞു കാണ്ട്. എന്നാൽ വലിയ കള്ളനായ കാട്ടുകള്ളനേക്ക് പമ്പൈസ് മുസ്ലിയാരുടെ ഒരു മറുപടി അതൊന്ന് കേട്ടോക്കാണേ. റമദാനിലാണ് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സദക്കകളും സംഭാവനകളും അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി നന്നായി കൊടുക്കേണ്ട മാസം, അതിനൊക്കെ കൂടുതൽ പുണ്യമുള്ള മാസം കൂടിയാണ് വിശുദ്ധമായ റമദാൻ. സദക്കകൾ ചെയ്യണം, അതൊക്കെ മുഅ്മിനീങ്ങളെ നല്ല ലക്ഷണമാണ്. ആഫത്തുകൾ തടയപ്പെടാൻ, നമ്മുടെ ഈമാനും ഹിദായത്തും നിലനിന്ന് കിട്ടാൻ അതിനൊക്കെ വലിയ മാർഗമാണ് സദക്ക ചെയ്യാന്നുള്ളത്. ശുദ്ധീകരിക്കുന്നവരൊക്കെ അത് നന്നായി ചെയ്യുന്നവരായിരുന്നു. മാതൃകയായി നമ്മളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഈ സിദ്ദീഖ് വലിയ മാതൃകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ വിഷയത്തിൽ, ഈ സിദ്ദീഖ് എന്ന് പറഞ്ഞ ആൾ ഇയാളുടെ അളാപ്പാൻ്റെ മോനൊന്നും ആവില്ല കേട്ടോ, നമ്മളെ പമ്പൈസിൻ്റെ. അത് ആരായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരിക്കും. പറയുന്നതൊക്കെ കേട്ടാൽ അങ്ങനെ തോന്നുക ഇയാളെ അളാപ്പാൻ്റെ മോനാണെന്നൊക്കെ തോന്നിപ്പോകും. കാരണം ഒരു വലിയ ഷെയ്ഖന്മാർ പോലല്ലേ, ഒരിക്ക് നേരെ അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് കിട്ടുകയാണ് ഓരോ ഷെയ്ഖിനിക്ക്. റസൂലുള്ളാഹിക്ക് വരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ നേരെ കിട്ടിയിട്ടില്ല, ഒക്കെ ജിബ്രീൽ മുഖാന്തര കിട്ടല്. ഇവർക്ക് അല്ലാഹു തആല നേരാണ് കൊടുക്കുകയാണ്, എല്ലാ വിവരവും നേരെ കൊടുക്കുകയാണ്. അല്ലാഹ് അങ്ങോട്ട് വർത്താനം പറയണം കാട്ടുകള്ളരോട്. ഇതൊക്കെ വിശ്വസിക്കാൻ 2-3 ആവുമോ? ഇപ്പൊ നോക്കിയാൽ ഒരുപാട് മൗലവിമാരെ കണക്ക് നോക്കിയാൽ റമദാനു ഷരീഫിൽ ഓലെ മെയിൻ ജോലി എന്താ? റമദാനിൽ ഒരൊറ്റ ഒന്നും അധികം ഇവിടെ ഉണ്ടാവില്ല, ഒക്കെ ദുബായിലായിരിക്കും, അല്ലെങ്കിൽ സൗദിയിലായിരിക്കും, അല്ലെങ്കിൽ ഖത്തറിലായിരിക്കും, ഒമാനിലായിരിക്കും, ബഹ്റൈനിലായിരിക്കും, കുവൈത്തിലായിരിക്കും. ഇങ്ങനത്തെ ഗൾഫ് രാഷ്ട്രങ്ങളിലായിരിക്കും മൗലവിമാരൊക്കെ. എന്തിനാ? ഖുർആൻ ഓതാൻ പോയതാ, ഇബാദത്ത് എടുക്കാൻ പോയതാ. എന്താ പണി? ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം എരന്നുണ്ടാക്കണ പണിയാണ്. ഏത് അമ്പിയാക്കളെ വിറാസത്താത്? റമദാൻ മാസത്തിൽ പിരിവ് നടത്തുന്ന പരിപാടി. റമദാൻ മാസത്തിൽ ഇങ്ങനെ പിരിവ് പ്രത്യേകം ഒരു അമലായി എല്ലാ സ്ഥലത്തും പോയിട്ട് പൈസ പിരിക്കാന്നുള്ളത് റമദാനിൽ ഒരു അമലായിട്ട് ഏത് അമ്പിയാക്കളെ വാരിസബല്? അങ്ങനെ ഏത് അമ്പിയ ചെയ്ത് റമദാൻ മാസത്തിൽ പൈസ പിരിക്കാൻ പോണ പണി? ഈ വിഷയം എന്താണ് എന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാലോ അല്ലേ? ഒന്ന് ചിന്തിച്ചോക്കാച്ച്. തലൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാത്ത വർത്താനമാണ് എൻ്റെ ഷെയ്ഖ് പറയുന്നത്. റമദാനിൽ പിരിച്ചാൻ പോകാം, ഇവലിപ്പോൾ ഇവിടെ ഒന്നുമില്ല, ദുബായി കൂടിയും ഖത്തർ കൂടിയും ഒമാനെ കൂടിയും മസ്കറ്റ് കൂടിയും ബഹ്റൈനിൽ കൂടിയും നടക്കുക. എന്തേ കാര്യം? ഒരു ഖുർആൻ ഓതാൻ പോയതാണോ?
അല്ല. ദിക്റെല്ലാം പോയതാണോ? അല്ല. സ്വലാത്ത് വാർഷികത്തിന് പോയതാണോ? അല്ല. ഓല് പോയിക്കണേ പിരിച്ചാൻ പോയതാണ്. അരന്ന് നടക്കുക. ഈ ഒരു ചെങ്ങായി ഈ വർത്താനം പറയണതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഒരു ചെറിയ ഒരു അംശം സത്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കാണ്. എന്താണ് ഇയാൾ ഈ പറയും? പിരിച്ചാൻ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. പിരിച്ചാൻ പോകാതിരിക്കാൻ പറ്റുമോ? ഇയാളെ മാതിരി ഏതെങ്കിലും കാട്ടുപോയി കുത്തിരിക്കണ മൂല്യന്മാരല്ലല്ലോ. ഇവൻ എന്ന് പറഞ്ഞാൽ നാളെ മറ്റേ എന്താണ് കാടിൻ്റെ പേര്, എന്തോ ഒരു കാടുണ്ട് ബാംഗ്ലൂർ, ആ കാട്ട് പോയി കുത്തിരുന്ന് കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചാടുകയാണ്. എന്നിട്ട് അവിടുത്തെ ആ ആൾക്കാർ ഐറ്റങ്ങൾ പച്ചപ്പൊട്ടന്മാർ ഐറ്റങ്ങൾ എന്ത് ചെയ്യാണ്? ഉള്ളതൊക്കെ ഇയാൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യാണ്. അങ്ങനെ അഭിനയിച്ചല്ലല്ലോ ഈ മൂല്യന്മാർ പോയിക്കണത്. കണ്ണ് കണ്ട പോലെ കുട്ടികൾ 10-25,000 പാവപ്പെട്ട കുട്ടികൾ കാശ്മീരിലെ, ജമ്മു കാശ്മീരിലെ, അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഉത്തർപ്രദേശ്, അതുപോലെ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും പഠിക്കുന്ന കേന്ദ്രബിന്ദുവായ മർക്കസു സഖാഫത്തി സുന്നിയ, അതുപോലെ തന്നെ മഅദിന്, അതുപോലെ കുറ്റ്യാടി സിറാജുൽ-ഹുദ, അതുപോലെ അനവധി സ്ഥാപനങ്ങളിൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് വലിയ മുതലാളിമാരെ പോയി കണ്ട് അവരിൽ നിന്ന് വാങ്ങിയിട്ട് എന്ത് ചെയ്യും? ഇവർക്ക് തിന്നാൻ കൊടുക്കണം. ഇവരെ വലിയ പണ്ഡിതന്മാരാക്കുന്നു. അങ്ങനെ കുറേ 5-8 വർഷം തിന്നില്ലേ മർക്കസിന്ന്? നൗഷാദ് ഒതുക്കങ്ങന്ന് ഈ സുന്നിന്ന് തിന്നില്ലേ? അതല്ലാതെ നിങ്ങളെ വാപ്പാർ കൊണ്ടേ കൊടുത്തോന്നല്ലേ അവിടെ? നിങ്ങളെ വാപ്പാർ എൻ്റെ കുട്ടീനെ ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട്, 1 വർഷത്തേക്ക് ഇത്ര ചിലവിട്ടോന്നാണ് കണ്ട് കൊടുത്തിക്കണം ആരെങ്കിലും? ആരും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളൊക്കെ പഠിച്ചത് തന്നെ, ഞാനൊക്കെ പഠിക്കണ സമയത്ത് 10 വർഷം അത്തിപ്പറ്റ ദർസ് പഠിച്ചു. 10 വർഷം പഠിച്ചു. 13ാമത്തെ വയസ്സിൽ ഞാൻ അവിടെ ചെന്നിട്ട് 10 വർഷം ഞാൻ അവിടെ ഉണ്ടായിരിക്കണം. ഈ 10 വർഷത്തിൽ ഇതൊക്കെ എനിക്ക് ചിലവിനിട്ടോന്ന് പറഞ്ഞാണ്ട് 1 ഉറുപ്പ്യ കൊടുത്തിട്ടില്ല. 1 ഉറുപ്പ്യ കൊടുത്തിട്ടില്ല. അതല്ലെങ്കിൽ അത്രയും കാലം ഉസ്താദ് പഠിപ്പിച്ചു എന്നുള്ള നിലക്കും ഉസ്താദിന് 1 ഉറുപ്പ്യ കൊടുത്തിട്ടില്ല. കോളേജും അങ്ങനെ തന്നെ. അത്രയും കാലം കോളേജൊക്കെ കഴിഞ്ഞ് കോളേജിൽ പോയി, കോളേജിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? 1 ഉറുപ്പ്യ കൊടുത്തിട്ടില്ല. ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ആകെ വണ്ടിൻ്റെ പൈസ ചിലവുള്ളൂ. അതൊക്കെ ആ ഉസ്താദുമാരുണ്ടാക്കുകയാണ്. അവിടുത്തെ ഉസ്താദുമാരുണ്ടാക്കുകയാണ്. ഓരോ മുതലാളിമാർക്ക് വിളിച്ചു കണ്ട് പറയാം. അപ്പം ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജിലെ ഉസ്താദ് ഓരോരുത്തരോട് വിളിച്ചു പറഞ്ഞിട്ടാണ് അവിടുത്തെ ചിലവുകളും കാര്യങ്ങളും നടത്തിയിരുന്നത്. അത് ഓരോ റമദാനിൻ്റെ സമയങ്ങളിലാണ് കൂടുതൽ നടത്തുക. റമദാനിൻ്റെ പവിത്രതകളും റമദാനിന് സദക്ക കൊടുത്താലുള്ള നേട്ടങ്ങളും മറ്റും പറഞ്ഞു കൊടുത്തിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും? അതിലേക്ക് കൊടുക്കും. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? അതാണല്ലോ ഇപ്പോൾ സക്കാത്തിൻ്റെ ഒരു സമയമാണ്. പിന്നെ ആയിട്ടൊന്നുമല്ലോ റമദാനാണോ സക്കാത്തിൻ്റെ കണക്കിൻ്റെ സമയം? സക്കാത്ത് കൊടുക്കാൻ കണക്കായ സമയം റമദാനാണോ? അതൊന്നുമല്ല. റമദാനിന് സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്തിൻ്റെ അവധി എപ്പോഴാണോ എത്തിയത് അപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് റമദാന്, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ ഒന്നുമില്ല. എപ്പോഴാണ് എത്തിയത് ചിലപ്പോൾ. എന്നാലോ ഇപ്പം ഇന്ന് നമ്മൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്ന റമദാനിൽ ആദ്യത്തെ 10, പിന്നെ 2ാമത്തെ 10, പ്രത്യേകിച്ച് അവസാനത്തെ 10, അതിലും പ്രത്യേകിച്ച് 27ാം രാവിൻ്റെ അന്ന് അല്ലേ? അതെന്തുകൊണ്ട്? അത് ജനങ്ങൾക്ക് ആ രാവിനെയും ആ ദിവസത്തെയും ആ പ്രധാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു 27ാം രാവിനെ പ്രത്യേകം സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ദിവസത്തെ ജനങ്ങളൊന്നും കൂടി കൂടുതൽ കാണൽ തുടങ്ങി. അങ്ങനെയൊക്കെയല്ലേ അതിൻ്റെ കണക്ക്. ഇതൊന്നും ഇയാൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ വേറൊന്നുണ്ട്. ഇയാൾ ജനങ്ങളെ പൊട്ടനാക്കുക, ജനങ്ങളെ കബളിപ്പിക്കുക. നാടന്മാരായ ആൾക്കാരെ കബളിപ്പിക്കുക. നാടന്മാരെ കാലാണെന്ന് ഇയാൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോ കാണി. നാടന്മാരെ കാലാണ്. ആ കാലം കഴിഞ്ഞ് ഇനി മൂല്യന്മാരെ കാലം തന്നെ വിടല്ല. ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. അത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിലൂടെ സ്വാലിഹീങ്ങളിലൂടെ അതിവിടെ ഉയർന്നു വരെന്നെ ചെയ്യും. കണ്ടില്ലേ? ഇനി നാടന്മാരെ കാലല്ല, മൂല്യന്മാരെ കാലല്ല, നാടന്മാരെ കാലാണ്. അതെന്ത് ചെയ്യും? സ്വാലിഹീങ്ങളിലൂടെ അതിവിടെ ഉയർന്നു വരും. വീരാണ്ടിയിലൂടെ ഉയർന്നു വരും. വീരാണ്ടിയാണ് ഇയാളെ ഷെയ്ഖ്. വീരാണ്ടി ഒരു വക്ത് നിസ്കരിക്കാത്തവനാണ്. അയാളാണ് ഇയാളെ ഷെയ്ഖ്. ഓൽക്ക് നിസ്കരിക്കൊന്നും വേണ്ട, പെണ്ണ് ഒന്ന് മതി.
ഇങ്ങനെ അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുരീദിനോട് നൗഷാദിനോട് പറയാണ്, നൗഷാദെ എൻ്റെ പെണ്ണിനെ ഇവിടെ ആക്കിയാണ്ട് പോകുന്ന പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാൻ പാടില്ല, അവിടെ കൊടുത്തു പോരണം. പമ്പേഴ്സിനോട് പറയണം, പമ്പേഴ്സ് ഇവിടെ ആക്കി പോകണട്ടോ എന്ന് പറഞ്ഞാൽ പമ്പേഴ്സ് അവിടെ വെച്ച് പോകണം. കുഞ്ഞാമീനോട് പറയണം, കുഞ്ഞാർമ്മ ഇവിടെ വെച്ച് പോകണട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് പോകണം. എന്ത് സുഖ ഷെയ്ഖിന് അറിയോ. അല്ലോ പടച്ചോൻ കാക്കട്ടെ ഈ റമദാനിൽ ഏതായാലും. കാരണം ഇത് നമ്മൾ റമദാനിൽ പറഞ്ഞത്, ഷെയ്ഖ് പറഞ്ഞത് ഈ റമദാനിലാണ്. പിന്നെ നമുക്കിതിങ്ങനെ കുറേ അടുത്തേക്ക് എടുത്തേക്കണ്ടല്ലോ, ജനങ്ങൾ കേട്ടോട്ടെ, മനസ്സിലാക്കട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഈ കാട്ടുകള്ളന്മാരെ ഇവർ ഈ തലയിൽ കെട്ടും കെട്ടിക്കാണ്ട് അലാക്കിൻ്റെ പച്ചപ്പുതപ്പും തലയിൽ തോളിലിട്ടുകാണ്ട് എന്നിട്ട് ഇങ്ങനെ നടക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഉള്ള മൂല്യന്മാരെ മുഴുവനും കുറ്റം പറയാം. കള്ളന്മാരെ കള്ള തൊരീക്കത്തുമായി കൊണ്ട് ബന്ധപ്പെട്ടുകാണ്ട് പറഞ്ഞ ഒരു മൂല്യന്മാരെ പറയാം. എന്നിട്ട് ഇത് നാടന്മാരെ കാലാണ് ഇനി വരാൻ പോണത്. ഈ നാടന്മാരെ പേപ്പിച്ചാൻ വേണ്ടിയിട്ടാണേ. ഈ നാടന്മാരായ ആൾക്കാർ ഇറ്റങ്ങളെടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ ഭീഷണിപ്പെടുത്തിയാണ്ട് പേടിപ്പിക്കുക. അപ്പോൾ ഈ സാധുക്കളാണെന്ന് ഇറ്റങ്ങൾ പേടിച്ചും ചെയ്യും. എന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പേടിക്കുകയും ചെയ്യും. കാരണം ജാതി ബീരാണ്ടിനെ പോലത്തെ ആൾക്കാരല്ലേ, സുൽത്താൻ ബാവനെ പോലത്തെ കുറേ ആൾക്കാരല്ലേ, അതുപോലെ സുലൈമാൻ കാക്കാനെ പോലത്തെ കുറേ ആൾക്കാരല്ലേ. ഇതൊക്കെ അല്ലേ ഇയാളെ ഷെയ്ഖന്മാർ. ഏതായാലും പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ഏതായാലും കൃത്യമായി നിസ്കരിക്കുന്ന ഷെയ്ഖന്മാരെ പിടിക്കും, കള്ളന്മാരെ പിടിക്കല്ലേ. അതുപോലെ ആലിമീങ്ങളെ കുറ്റം പറയുന്നവരെ പിടിക്കല്ലേ. ഇതുപോലത്തെ കള്ളന്മാരെ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയ്ഖില്ലെങ്കിലും പാടില്ല. ഇതുപോലത്തെ കള്ളന്മാരായ ആളുകളെ ഷെയ്ഖായിട്ട് ആരും പിടിക്കല്ലേ. ഷെയ്ഖില്ലാത്തവർക്കൊക്കെ നേരെ പിന്നെ നമ്മളെന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ റസൂലിനെ ഷെയ്ഖായിട്ട് കാണുക. അള്ളാഹുവിൻ്റെ റസൂലിനെ ഷെയ്ഖായിട്ട് കണ്ട് കൈകാര്യം ചെയ്തോളി. സ്വലാത്ത് അങ്ങനെ വർദ്ധിപ്പിച്ചോളി. ഈ ജാതി കാട്ടുകള്ളന്മാരൊപ്പം കൂടിക്കാണ്ട് ഈമാൻ പേപ്പിക്കണ്ട, ആഖിറം നഷ്ടപ്പെടുത്തി കളയണ്ട. കാരണം ഇവർ ഒപ്പം കൂടിയ ആലിമീങ്ങളെ പറയേണ്ടി വരും.